ഹലോ ഡിയേഴ്സ്, ഞാൻ എന്നും വിചാരിക്കും വീഡിയോസൊക്കെ കറക്റ്റായിട്ട് ചെയ്തു പോകണമെന്ന്, പക്ഷെ നടക്കാറില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര ബിസി ആയതുകൊണ്ട് വീഡിയോസ് എടുക്കാൻ പറ്റുന്നില്ല എന്ന്. അതല്ല കേട്ടോ, എനിക്ക് ഭയങ്കര മടിയാണ്. മടി കാരണം ഒന്നും നടക്കാറില്ലെന്ന് പറയാം. ഇന്ന് ഞാൻ എന്തായാലും കേരള ബിസിനസ് നെറ്റ്വർക്കിൻ്റെ മീറ്റിംഗ് ഡേ നിങ്ങളിലേക്ക് എത്തിക്കാൻ തീരുമാനിച്ചു. ഞാൻ രാവിലെ 7:30 ആയപ്പോൾ തന്നെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ മകളുടെ അടുത്ത് നിന്ന് വിളിച്ച് പറയണം, അല്ലെങ്കിൽ ഇന്ന് തിരിച്ചു വരുമ്പോൾ എൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. അങ്ങനെ ഞാൻ റെഡി ആയിട്ട് നിൽക്കാൻ പറഞ്ഞിട്ട് കുറേ അധികം സമയമായി. ഇനി കൊണ്ടുവിടണമെങ്കിൽ ഹീറോ വേണമല്ലോ. ഹീറോ ഒന്ന് റെഡി ആയിട്ട് ഇറങ്ങണമെങ്കിൽ എത്ര സമയം എടുക്കുമെന്നറിയാമോ? അവസാനം ഇറങ്ങിയിട്ടുണ്ട്. മോള് റിമോട്ടുമായിട്ട് രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നേരെ IMA ഹൗസിലേക്ക്. IMA ഹൗസ് കലൂല് വെച്ചിട്ടാണ് മീറ്റിംഗ്. നമുക്ക് വീട്ടിൽ നിന്ന് വെറും 5 മിനിറ്റ് മാത്രം ഉള്ളതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് എത്താൻ പറ്റും. അങ്ങനെ എന്നെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ട് ആളൊരു ചിരിയും പാസ്സാക്കി തിരിച്ചു പോയി. ഫസ്റ്റ് ഫ്ലോറിൽ വെച്ചാണ് മീറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ എല്ലാവരും ലിഫ്റ്റിലേക്ക് കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഓടിച്ചെന്ന് ലിഫ്റ്റിലേക്ക് കയറി. അവിടെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് ചെല്ലുന്നത് കണ്ട് എന്നെ കളിയാക്കിക്കൊണ്ടാണ് എല്ലാവരും നിൽക്കുന്നത്. എന്നെ കളിയാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ലിഫ്റ്റിൽ പ്രസ് ചെയ്യാൻ മറന്നുപോയി. പിന്നെ അവസാനം നമ്മൾ പ്രസ് ചെയ്ത് നേരെ ചെന്ന് ആദ്യം ഒരു കോഫി എടുത്ത് എല്ലാവരുമായിട്ടൊന്ന് ജസ്റ്റ് സംസാരിച്ച് ബിസിനസ്സിൻ്റെ കാര്യങ്ങളും മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുമ്പോൾ നമുക്കൊരു ഭയങ്കര പോസിറ്റിവിറ്റിയാണ് കേട്ടോ. അതിനുശേഷം മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഓരോരോ സെഷനായിട്ട് മീറ്റിങ്ങിൻ്റെ ഓരോന്ന് കഴിഞ്ഞുകൊണ്ടേയിരുന്നു. എല്ലാവരും അവരുടെ റെഫറൻസൊക്കെ പാസ് ചെയ്യുന്നു. പിന്നെ നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് പോയി. ഞാൻ ആദ്യം ഒരു ഉഴുന്നുവടയിലും ഇഡ്ഡലിയിലും കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് ബിസിനസ്സിൻ്റെ കാര്യം പേഴ്സണൽ കാര്യമൊക്കെ സംസാരിച്ച് പിന്നെ അത് മസാല ദോശ, ഓംലെറ്റ്, പിന്നെ കോഫിയായി. കോഫിയിൽ ഷുഗർ ആഡ് ചെയ്തപ്പോൾ സ്പൂണില്ല. അപ്പോൾ സ്പൂണിന് വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയം കടവന്ത്ര സോഷ്യൽ കിച്ചണിൽ നമ്മുടെ അപ്പായും മകളും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിട്ടുണ്ട്. മകള് സ്ലൈറ്റൊക്കെ എടുത്തിട്ട് ആണ് പോയിട്ടുള്ളത്. എന്താ ഉദ്ദേശം എന്നറിയില്ല. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങളവിടെ പോയി ഫോൺ എടുത്തിട്ടിരിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും വേണ്ടേന്ന്. അങ്ങനെ അവർ അവിടെ കഴിക്കാൻ പോവുകയാണ്. പുള്ളിക്കാരിക്ക് അവിടുത്തെ മസാല ദോശ ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ മസാല ദോശയാണ് അവിടുന്ന് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഈസി ആയിട്ട് അവൾക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ അപ്പായിക്ക് വാങ്ങിച്ച പൂരി അവൾ ഹാഫ് തീർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് മസാല ദോശ വന്നപ്പോൾ അത് മാറ്റി വെച്ചിട്ട് മസാല ദോശ എടുത്തിട്ടുണ്ട്. അപ്പായും മോളും ഭയങ്കര വൈബാട്ടോ. രണ്ടുപേരും അപ്പ എന്ത് ചെയ്യുന്നോ അതുപോലെ മകളും ചെയ്യുള്ളൂ. അപ്പ എങ്ങനെയാണോ കിടന്നുറങ്ങുന്നത് ആ ഒരു രീതിയിൽ കറക്റ്റ് കിടന്ന് ഞാൻ ചിലപ്പോൾ അത്ഭുതപ്പെട്ടു പോവാറുണ്ട്. അതേസമയം ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് അടുത്ത മീറ്റിങ്ങിൻ്റെ സെഷനിലേക്ക് കയറി. അതിൽ അലമിനിക്കയുടെ ട്രെയിനിങ് സെഷൻ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരുപാട് ഇൻസൈറ്റുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതോടൊപ്പം ഭയങ്കര ഒരു പോസിറ്റിവിറ്റി, മോട്ടിവേഷനൊക്കെ. അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഹീറോ എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരുമായിട്ടുള്ള ഒരു പരിചയം പുതുക്കലിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോഴാണ് ടിസ്റ്റ്. മകൾ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഞങ്ങളെ വീട്ടിൽ കയറ്റുന്നില്ല. അവളെ കൂട്ടാതെ വന്നതിൻ്റെ ദേഷ്യം. പിന്നെ ഒരു തരത്തിൽ കാല് പിടിച്ച് കൺവിൻസ് ചെയ്ത് ഗേറ്റ് തുറന്ന് തന്ന് വീട്ടിൽ കയറി. ഇതാണ് എൻ്റെ മീറ്റിംഗ് ഡേയിലെ ഒരു മോർണിംഗ് എന്ന് പറയുന്നത്. താങ്ക്